ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ്. കിരൺ അച്ഛനോടും അമ്മയോടുമായിട്ട് പറയാണ്, അച്ഛനും അമ്മയും വിളിപ്പിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഓടിയെത്തിയത്. കിരണും കല്യാണിയും അച്ഛനും അമ്മയും വിളിപ്പിച്ചതുകൊണ്ട് ഓടിയെത്തിയിരിക്കുകയാണ്. ഇനി ഒരു ചടങ്ങ് ബാക്കിയാ, സരയുവിൻ്റെ കുഞ്ഞിന് ചോറ് കൊടുക്കുന്ന ചടങ്ങ്. അതിന് താരേൻ്റിയെ കൊണ്ടുപോയേ പറ്റൂ. അപ്പോൾ സേനൻ പറയാണ്, അവൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ആ ചോറൂണ് നടക്കണം. കിരൺ പറയാണ്. അപ്പോൾ സേനൻ, അമ്മയെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന മോള് ആ ചടങ്ങ് കാണണം. പിന്നെ രാഹുലും അവൻ്റെ ഭാര്യയും. കല്യാണി ചോദിക്കുകയാണ്, അച്ഛാ ഞങ്ങൾ പോയിട്ട് വരാം. ശരി അമ്മേ, ഞങ്ങൾ പോയിട്ട് വരാം. ഇവിടെ സരയുവും മനോഹറും നന്നായിട്ട് ഒരുങ്ങുകയാണ്. മനോഹറാണെങ്കിലോ കുഞ്ഞിനെ നന്നായിട്ട് കളിപ്പിക്കുകയാണ്. അതൊക്കെ കണ്ട് സരയുവിന് നല്ല സന്തോഷം തോന്നുകയാണ്. മോളുവിൻ്റെ അമ്മ വന്ന് നോക്കിയേ. ഇവിടെ ചോറ് കൊടുത്തിട്ട് നമുക്ക് മോളെ ഗുരുവായൂർ കൊണ്ടുപോയി ചോറ് കൊടുക്കണം മനുവേട്ടാ. മനു അപ്പോൾ ആഗ്രഹിക്കുകയാണ്. ഗുരുവായൂർ എന്ന് വെച്ചാൽ എല്ലാ ദേശത്തു നിന്നും ആൾക്കാർ വരുന്നൊരു സ്ഥലം. ഇനി എൻ്റെ ഏതെങ്കിലും ഭാര്യമാരുടെ ആൾക്കാരോ ആളോ അവിടെയുണ്ടെങ്കിൽ അവരെങ്ങാനും എൻ്റെ കൺമുന്നിൽ വന്ന് പെട്ടാൽ തീർന്നത് തന്നെ. അത് കണ്ട് സരയു ചോദിക്കുകയാണ്, എന്താ മനുവേട്ട ആലോചിക്കുന്നേ? മനു ഒന്ന് ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കുകയാണ്. അല്ല, അത് ഗുരുവായൂർ എന്ന് പറയുമ്പോഴേ 1-2 ദിവസം അവിടെ താമസിക്കേണ്ടി വരും. അതിനുള്ള സാവകാശം എനിക്ക് കാണുമോയെന്നറിയില്ല. പറ്റുമെങ്കിൽ മതി മനുവേട്ടാ, ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ അമ്പലത്തിലേക്കുള്ള പോക്കായതുകൊണ്ട് ആദ്യം അതിനുള്ള സമയം ഞങ്ങൾക്കുണ്ടോ എന്ന് നമ്മൾ ആദ്യം അന്വേഷിക്കണം. അതിനുശേഷമേ പോകുന്ന കാര്യം പറയാവൂ. സോറി മനുവേട്ടാ, അല്ലെങ്കിൽ തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഈ ചോറൂണ് 4-5 സ്ഥലത്തോ ഒന്നും കൊണ്ടുപോയി കൊടുക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയുണ്ടോ? സരി ചോദിക്കുക. പിന്നെ. അപ്പോൾ സരി പറയാണ്, ഇന്നേതായാലും മനുവേട്ടൻ്റെ മടിയിലിരുത്തി കുഞ്ഞിന് ചോറ് കൊടുക്കുന്നത് എനിക്കൊന്ന് കാണണം. ആ ഫോട്ടോ എല്ലാം എടുത്ത് ഷെയർ ചെയ്യണം. അയലത്തുള്ള ഒരുത്തനും ഒരുത്തിയും എന്തുണ്ടെങ്കിലും പ്രൊഫൈൽ പിക്ചർ ആക്കുമല്ലോ. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നമ്മൾക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കണം. അതൊക്കെ വേണം മനുവേട്ടാ. ഇവളുടെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ലെന്ന് എനിക്കല്ലേ അറിയൂ. മനു അപ്പോൾ മനസ്സിൽ ചിന്തിക്കുകയാണ്. അതെ, മോളൊരു കാര്യം മനസ്സിലാക്കണം. കുഞ്ഞിൻ്റെ യഥാർത്ഥ മുത്തശ്ശി എന്ന് പറയുന്നത് അയലത്തുള്ള താര എന്ന് പറയുന്ന സ്ത്രീയാണ്. മനുവേട്ടാ, അത് മാത്രം വേണ്ടരുത്. മിണ്ടാതിരുന്നിട്ട് എന്താ പ്രയോജനം? അവർ ഈ സമൂഹത്തോട് വിളിച്ച് പറയാണ് നമ്മുടെ കുഞ്ഞ് അവരുടെ പേരക്കുട്ടിയാണെന്ന്. നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഏതെങ്കിലും കോടതിക്ക് പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ അവളെ വകവരുത്താൻ നോക്കിയത്. കേട്ടത് നടന്നില്ല. അതൊക്കെ വലിയ അബദ്ധമായിപ്പോയി. സ്വന്തം അമ്മയെ ആരെങ്കിലും കൊല്ലുമോ സരിയോ? അവരെൻ്റെ അമ്മയല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അല്ലെന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റുമോ? മനുവേട്ടനോട് ഞാൻ സത്യം പറഞ്ഞത് ഇപ്പോൾ അബദ്ധമായിപ്പോയി എന്ന് തോന്നുക. അങ്ങനെ ഞാനെങ്കിലും സത്യം അറിഞ്ഞത് നന്നായി എന്ന് വേണം മോള് കരുതാൻ. അതിനുശേഷം ഞാൻ മോളെ തള്ളിക്കളയാതെ കൂടെ നിൽക്കല്ലേ ചെയ്തത്. പിന്നെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനി നാളെ ഉണ്ടായേക്കാവുന്ന ഭവിഷ്യത്ത് നമ്മൾ മുൻകൂട്ടി കാണണം മോളൂ. ഒരു കാരണവശാലും ഈ കല്യാണിയോടോ കിരണിനോടോ താരയോടോ ഒന്നും ഉടക്കാൻ നിൽക്കരുത്. കാരണം അവരുടെ ഭാഗത്താണിപ്പോൾ ബലം കൂടുതൽ. മനോഹർ സരയുവിനെ ഒന്നുകൂടി നോക്കിയിട്ട് വീണ്ടും പറയാണ്, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആരെയാണ് നിൻ്റെ അമ്മയെന്ന് എല്ലാവരും അറിഞ്ഞാൽ എന്തൊരു നാണക്കേടായിരിക്കും. പിന്നെ തല ഉയർത്തിപ്പിടിച്ച് നിനക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ ഇറങ്ങി വരാൻ പറ്റുമോ? അതൊക്കെ ഓർക്കുമ്പോൾ മരിച്ചാൽ മതിയെന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം മോളൂ. ഇവിടെ നമ്മളാണ് ശരിക്കും നിയന്ത്രിക്കേണ്ടത്. നമ്മളെ നാണം കെടുത്തണം എന്നുണ്ടെങ്കിൽ നിസ്സാരമായിട്ട് അയലത്തുകാർക്ക് അത് ചെയ്യാം. അത് ഓർമ്മ വേണം. എല്ലാവരും നന്നായിട്ട് ഒരുങ്ങുവാണ്. മനോഹറും ഷാരിയും ഒക്കെ. രാഹുലും നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ഷാരി കണ്ണാടിക്ക് മുന്നിൽ നിന്നും തിരിഞ്ഞിട്ട് വന്നിട്ട് പറയാണ്, എന്തൊക്കെ കോപ്രായങ്ങൾ കാണണം. ഒരു ദുഷ്ടൻ വരുത്തി വെച്ചതാണ് ഇതൊക്കെ. രാഹുലിനോട് പറയാം. അവനല്ലേ ആ മനോഹർ? രാഹുൽ ചോദിക്കുക. അപ്പം ഷാരി, അവനല്ല, ആ ദുഷ്ടനാണ് എൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ചോറൂണിന് പോവുക മറ്റൊരു ദുഷ്ടൻ്റെ മടിയിലിരുത്തി കുഞ്ഞിന് ചോറ് കൊടുക്കുന്നത് കാണാൻ. അല്ലാതിപ്പോൾ എന്ത് ചെയ്യും ഷാരി? ഇതുപോലൊക്കെ കണ്ടും കേട്ടും ജീവിക്കണമെന്ന് ഒരിക്കലും കരുതിയില്ല. അവനെ ഒഴിവാക്കാൻ കിട്ടിയ 2 കോടിയും പോയി. അപ്പോൾ ഷാരി പറയാണ്, അങ്ങനെ ഒഴിവാക്കാൻ കിട്ടിയ 2 കോടി അത് വാങ്ങിക്കാൻ പോകുമ്പോൾ എന്നെയും കൂടി കൊണ്ടുപോകണമായിരുന്നു. അതിന് സമയമില്ലല്ലോ. നിങ്ങളെ ആരൊക്കെയോ ഇട്ട് കുരങ്ങ് കളിപ്പിക്കാൻ മനുഷ്യ.
ഇപ്പോൾ ഈ വീട്ടിൽ നടക്കുന്നതൊക്കെ കണ്ടിട്ട് അയലത്തുള്ളവരാണ് കൂടുതൽ ചിരിക്കുന്നത്. കുഞ്ഞിൻ്റെ ചോറൂണ് ഇന്ന് കഴിയും. അവനാണ് എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്നത്. അവനെ ഇനി സരിയുവിൻ്റെ ജീവിതത്തിൽ നിന്നും എങ്ങനെ തുടച്ചു നീക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ അവനെ അവളുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കിയാലും അവൾ അവനെ കളയത്തില്ല. രാഹുൽ പറയാം. കളഞ്ഞില്ലെങ്കിലും അവൻ പോവുമല്ലോ ഒരു ദിവസം. അവൻ ആരുടെയും ജീവിതത്തിൽ അങ്ങനെ കടിച്ചു തൂങ്ങുന്ന ടൈപ്പല്ലല്ലോ. നമ്മുടെ കുഞ്ഞിൻ്റെ ജീവൻ എടുത്തുകൊണ്ടായിരിക്കും അവൻ പോകുന്നത്. പോട്ടെ, അല്ലാതെ എന്ത് ചെയ്യാൻ. പിന്നെ അയലത്തെ വീട്ടിൽ കല്യാണി താരാൻ്റിയെ ഒരുക്കുകയാണ്. അവിടെ കല്യാണിയുടെ അമ്മ വന്നിട്ട് ചോദിക്കുകയാണ്, ഒരുക്കം കഴിഞ്ഞില്ലേ? കല്യാണി പറയാണ്, ഒന്നും വേണ്ടാന്ന് പറഞ്ഞതാ. എന്തായാലും ഇന്ന് കൊച്ചുമോളുടെ ചോറൂണല്ലേ, അപ്പോൾ ഫോട്ടോയിലൊക്കെ കുറച്ചുകൂടി സുന്ദരി ആയിക്കോട്ടെ എന്ന് കരുതി. പാവം, ഇനി അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെ നടക്കുമോ ആവോ. ഒന്നും നടക്കാൻ സാധ്യതയില്ല ആൻറ്റി. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് സരിയു മാത്രമാണ്. കല്യാണി പറയാം. ബാക്കിയെല്ലാവരും നമ്മളെ അനുകൂലിച്ചേ പറ്റൂ. അമ്പലാകുമ്പോൾ നല്ല ഓട്ടുവിളക്കൊക്കെ കാണും മോളെ. അതെങ്ങാനെടുത്ത് ദേഷ്യം കയറി താരയുടെ തലക്കെങ്ങാനും അടിച്ചാൽ അവൾ അങ്ങനെ എങ്ങാനും ചെയ്യുമോ എന്ന് ആർക്കറിയാം. അങ്ങനെ തലക്കടിക്കാതിരിക്കാൻ ഞങ്ങളൊക്കെ കൂടെ ഉണ്ടല്ലോ. ഒരുക്കിയത് എങ്ങനെയുണ്ട് അമ്മയോട് ചോദിക്കുകയാണ് കല്യാണി. കല്യാണിയുടെ അമ്മ പറയാണ്, ഇത്രയും സൗന്ദര്യം താരക്കുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരുക്കേണ്ടവർ ഒരുക്കിയാൽ അങ്ങനെയാ. ഇനി കുറച്ചുകൂടെ തൻ്റെ ഇടമൊക്കെ താര കാണിക്കണം. എൻ്റെ മുന്നിൽ ചൂളി നിൽക്കേണ്ടവരാ സരീവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ. അപ്പോൾ കല്യാണി പറയാണ്, ആ കുഞ്ഞിൻ്റെ കാര്യമാണ് കഷ്ടം. തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത കിരണേട്ടൻ്റെ അങ്കിളും ആൻറ്റിയും ആ സരീവിനെ വളർത്തിയത്. ഇനിയിപ്പോൾ ആ സരീവല്ലേ കൺമണി മോളെ വളർത്താൻ പോകുന്നത്. അതിൻ്റെ ഭാവി ഇനി എന്താവോ ആവോ. പിന്നെ ഷാരി സിറ്റൗട്ടിൽ വന്നിട്ട് ഒരുങ്ങിയിട്ട് ഇരിക്കുകയാണ്. അവിടെ വന്നിട്ട് രാഹുലും ഇരിക്കുകയാണ്. അപ്പോൾ ഷാരി രാഹുലിനോട് ചോദിക്കുകയാണ്, ഈ ചടങ്ങിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് ഞാനതിനെ പ്രോത്സാഹിപ്പിക്കാതിരുന്നത്. ഞാനും അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ മോള് പറയുമ്പോൾ അത് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അവൻ്റെ മടിയിലിരുത്തി ചോറ് കൊടുക്കണം എന്നൊക്കെയാണ് അവൾ പറയുന്നത്. ഇനി ഇത് എവിടെ ചെന്ന് നിൽക്കുമോ എന്തോ. എങ്ങും ചെന്ന് നിൽക്കാൻ പോകുന്നില്ല. നാളെ നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നായിരിക്കും എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാകുന്നത്. അത് കേട്ട് ഷാരി ചോദിക്കുകയാണ്, എന്ത് തീരുമാനമാണ് നാളെ എടുക്കുന്നത്? നിങ്ങൾ തൂങ്ങിച്ചാവാൻ പോവുകയാണോ? അങ്ങനെയാണെങ്കിൽ അത് ചിലപ്പോൾ എല്ലാവർക്കും ഗുണം ചെയ്യും. അപ്പോഴേക്കും മനോഹറും സരിയവും കുഞ്ഞും മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരികയാണ്. വന്ന് അച്ഛനോട് ചോദിക്കുകയാണ് സരിയു, ആൻറ്റി വരത്തില്ലേ അച്ഛാ? അപ്പോൾ അച്ഛൻ പറയാണ്, വരാനുള്ള സാധ്യത കുറവാ. ഇല്ലെങ്കിലും അവർക്കിപ്പോൾ നമ്മളെ ഒന്നും വലിയ താല്പര്യമില്ല. മണ്ടനാവാൻ ഒരാളുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അയാളെ പറ്റിച്ചുകൊണ്ടേയിരിക്കാം. അപ്പോൾ രാഹുൽ പറയാണ്, നീ ആരെക്കുറിച്ച് എന്തും പറഞ്ഞോ, പക്ഷേ എൻ്റെ രൂപയെ മാത്രം പഴിക്കരുത്. അത് കേട്ട് ഷാരി പറയാണ്, നീ ഒന്നും പറയണ്ട മോളെ. ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഇനി ദൈവം കരുതി വെച്ചിട്ടുണ്ടാവും. ഇറങ്ങാം. അങ്ങനെ എല്ലാവരും ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രണ്ടിൽ എത്തിയപ്പോൾ തന്നെ സരിയു പറയാണ്, നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ തന്നെ ശകുന മുടക്കികൾ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ മനോഹർ പറയാണ്, കുഞ്ഞിൻ്റെ മുത്തശ്ശിയുണ്ടല്ലോ. എന്താ മനുവേട്ടാ പറഞ്ഞത്? മുത്തശ്ശിയെന്നോ? അല്ല, അത് മുത്തശ്ശിയാണെന്നും പറഞ്ഞ് നടക്കുകയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോയത്. അവർ പറഞ്ഞ് നടക്കുകയാണെന്ന് കരുതി മനുവേട്ടൻ എന്തിനാ അങ്ങനെ പറയുന്നത്? അപ്പോൾ ഷാരി പറയാണ്, അതും കുഞ്ഞിൻ്റെ സ്വന്തം മുത്തശ്ശിയുടെ മുന്നിൽ വെച്ച്. അപ്പോൾ മനു പറയാണ്, അല്ല, ഞാൻ അവർ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ രാഹുൽ പറയാണ്, അവരിങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുകയാണല്ലോ. അപ്പോൾ സരിയു, നോക്കി നിൽക്കട്ടെ, വാ മനുവേട്ടാ നമുക്ക് പോകാം. അവർ പോയി കഴിഞ്ഞപ്പോൾ കിരൺ പറയാണ്, അവർ യാത്രയായി, ഇനിയിപ്പോൾ നമുക്കും പോകണ്ടേ? ആൻറ്റി വിഷമിക്കേണ്ട, ആൻറ്റി ആഗ്രഹിച്ചതുപോലെ തന്നെ ഇന്ന് ചടങ്ങ് നടക്കും. അപ്പോൾ കല്യാണി പറയാണ്, അത് മറ്റാരേക്കാളും എൻ്റെ ഭാഷയാണ്. അതുപോലെ നിയന്ത്രണമില്ലാതെ അവൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ശിക്ഷ അവൾ അനുഭവിച്ചേ മതിയാവും. കിരൺ പറയാണ്, ഇന്ന് പേരക്കുട്ടിക്ക് ചോറൂണ്, അത് കഴിഞ്ഞ് കൊലച്ചോറ്. അങ്ങനെയാ എൻ്റെ അങ്കിൾ എന്ന് പറയുന്നവൻ്റെ പോക്ക്. കല്യാണി, അവരൊക്കെ എന്താ ഒരിക്കലും നന്നാവാത്തത്? അവർ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അവരുടേതായ ചില ന്യായീകരണങ്ങൾ ഉണ്ടാവും. അത് തെറ്റ് ചെയ്യുന്ന എല്ലാവരും അങ്ങനെയാണ്. സ്വയം ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും, സ്വന്തം തകർച്ച പൂർണ്ണമാകുന്നത് വരെ. കല്യാണി, നീ പോയി അമ്മയോട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് വാ. ശരി കിരണേട്ടാ. അങ്ങനെ രാഹുലും ഷാരിയും സരിയും മനോഹറും കുഞ്ഞും ഒക്കെ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുകയാണ്. സരിയു പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഭഗവാനെ, എൻ്റെ അമ്മയെന്ന് പറയുന്ന ഒരുത്തിയെ കൂടെ നിർത്തിയിട്ട് വെല്ലുവിളിക്കുന്ന അയലത്തുള്ള ആൾക്കാരും കൂട്ടരും മുടിഞ്ഞു പോകണേ എന്നാണ് അവളുടെ പ്രാർത്ഥന. കിരണിനും കല്യാണിക്കൊക്കെ എന്തെങ്കിലും അപകടം പെട്ടെന്ന് തന്നെ വന്നു ചേരണേ.
രാഹുൽ പ്രാർത്ഥിക്കുന്നതോ, നാളെ ഒരു കർമ്മം ചെയ്യുന്നുണ്ട്. എൻ്റെ പെങ്ങൾ അവളുടെ ഭർത്താവിനെ ഭൂമിയിൽ നിന്നും പറഞ്ഞുവിടാൻ പോകുന്നു. അതിനുള്ള ശക്തിയും കരുത്തും അവൾക്ക് നൽകണേ. നാളെ അവൻ്റെ ചേതനയറ്റ ശരീരം എനിക്ക് കാണാൻ കഴിയണേ. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ മനോഹർ പറയാണ് രാഹുലിനോട്, അച്ഛനൊന്ന് വന്നേ. എന്താടാ? എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, അതിനാ. അപ്പോൾ ഷാരി സരയുവിനോട് ചോദിക്കുകയാണ്, എന്തിനാ അവൻ മോളുടെ അച്ഛനെയും കൊണ്ടുപോയത്? എന്തെങ്കിലും കാരണം കാണുമായിരിക്കും. അല്ലെങ്കിൽ ഇവിടുന്ന് ബട്ട് പറയരുത് എന്ന് പറയാൻ വിളിച്ചു കൊണ്ടുപോയതായിരിക്കും. ആകെ കൂടി ഒരു മനസ്സമാധാനം ഇല്ലല്ലോ മോളെ. മനസ്സ് നന്നായാലേ മനസ്സമാധാനം കിട്ടും. ഞാനിങ്ങനെ കിടന്നുരുളാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് എനിക്കറിയില്ല, ഷാരി പറയാ. എൻ്റെ അച്ഛൻ ചെയ്ത ഓരോരോ കർമ്മത്തിൻ്റെ ഫല ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. എന്നെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ സരയു അച്ഛനും അമ്മയും കണക്കാ. ആകെ കൂടിയുള്ളത് എൻ്റെ മനുവേട്ടൻ മാത്രമാണ്. ഷാരി പിന്നെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഭഗവാനെ, അവനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ എങ്ങനെ ഇവളത് മനസ്സിലിട്ട് സഹിക്കും? രാഹുൽ മനോഹറിനോട് ചോദിക്കുകയാണ്, എന്താടാ, ദൈവത്തിൻ്റെ മുന്നിൽ നിന്നപ്പോൾ നിൻ്റെ മനസ്സ് പതറിപ്പോയോ? എൻ്റെ മനസ്സ് എന്തിനാടോ പതറുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളും പതറണ്ടേ? എന്നേക്കാൾ മഹാഭാവിയല്ലേ നിങ്ങൾ? അതെങ്ങനെ ശരിയാവൂടാ? ഞാൻ താരയെ മാത്രമേ വഞ്ചിച്ചിട്ടുള്ളൂ. നീ ഈ ലോകത്തുള്ള സകല പെൺകുട്ടികളെയും വഞ്ചിച്ചിട്ടില്ലേ? എൻ്റെ മോളെ ഉൾപ്പെടെ. ഈ അണലിയും മൂർഖനും ഒക്കെ പാമ്പുകളാണ്, എന്നാൽ വൃത്തികെട്ട പാമ്പ് അണലിയാ. ഈ മൂർഖന് കുറച്ച് സ്റ്റാൻഡേർഡൊക്കെ ഉണ്ട്. അതിങ്ങനെ പണമൊക്കെ വിടർത്തി ഒരു ചീറ്റൊക്കെ ചീറ്റി അതിനോട് മുട കാണിച്ചാലേ അത് കൊത്തൂ. രാജവെമ്പാലയും അങ്ങനെ തന്നെയാണ്. അതുപോലെയാ എൻ്റെ കാര്യം. നമ്മൾ രണ്ടുപേരും പെണ്ണുങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡായിട്ടാണ് ചതിച്ചിട്ടുള്ളത്. നിങ്ങൾ താരയെ മാത്രമേ വഞ്ചിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നു, പക്ഷേ അതൊരുമാതിരി ആർക്കും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വഞ്ചനയാണ്. സംസാരിക്കാൻ കഴിയാത്ത ഒരു പെണ്ണിനോടും ഞാൻ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു പെണ്ണിൻ്റെയും വയ്യായ്മ ഞാൻ ഇതുവരെ ചൂഷണം ചെയ്തിട്ടുമില്ല. നിങ്ങൾ നിങ്ങളുടെ കമ്പനിയിൽ തന്നെ സർവൻ്റായിട്ട് നിന്ന സംസാരിക്കാൻ കഴിയാത്തൊരു പെണ്ണിനെയാണ് ക്രൂരമായിട്ട് ചതിച്ചത്. അനന്തരവൻ സംസാരിക്കാൻ കഴിയാത്തൊരു പെൺകുട്ടിക്ക് ജീവിതം നൽകി. അമ്മാവനോ സംസാരിക്കാൻ കഴിയാത്തൊരു പെണ്ണിന് ജീവിതം നൽകാമെന്ന് പറഞ്ഞ് അവരെ ചതിക്കുക ചെയ്തത്. അവർ അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവരെ നിഷ്കരുണം തള്ളിക്കളയാണ് ചെയ്തത്. അതെ, സ്വന്തം തെറ്റുകൾ പറയുമ്പോൾ എല്ലാവർക്കും കുറച്ച് ദേഷ്യം കാണും. എല്ലാ തെറ്റും ചെയ്തിട്ട് അതെല്ലാം ആരുടെ തലയിലാണ് വെച്ച് കെട്ടുന്നത്? കിരണിൻ്റെ അച്ഛൻ്റെ തലയിൽ. എന്നിട്ട് സ്വന്തം പെങ്ങളെയും അളിയനെയും തമ്മിൽ തെറ്റിക്കുക, അയാളെ അയാളുടെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുക, എന്നിട്ട് താൻ അവിടെ കയറി കൂടുകയറി പാർക്കുക. ഇത് കഴിഞ്ഞ 25 കൊല്ലം ആ നാടകം അരങ്ങ് തകർത്തത്. അതിനുശേഷം ഇപ്പോഴോ മകളെ അന്വേഷിച്ച് നടന്ന അമ്മ മകളെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവരെ ഒന്ന് കാണാൻ പോലും താൻ അനുവദിക്കുന്നുണ്ടോ? ഇപ്പം മോളെയും കൊച്ചുമോളെയും അവരൊന്ന് കാണുന്നുണ്ടോ? ആ കുഞ്ഞിനെ ഒന്ന് ലാളിക്കാനുള്ള അവസരം തൻ്റെ മോള് കൊടുക്കുന്നുണ്ടോ? എടാ, നീ ഇപ്പോൾ എന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചത്? രാഹുലേ, ബഗാസുര, ഇന്ന് കുറച്ച് കഴിയുമ്പോൾ താര ഇങ്ങോട്ട് വരും. വന്നു കഴിഞ്ഞാൽ കൊച്ചുമോളെ അവരുടെ മടിയിലോട്ട് വെച്ച് കൊടുക്കണം. അവളുടെ മടിയിലേക്ക് വെച്ച് കൊടുക്കണമെന്നോ? അതേ, അവരാ ഇന്ന് കൊച്ചുമോൾക്ക് ചോറ് കൊടുക്കുന്നത്. അത് ഒരിക്കലും നടക്കില്ല, ബഗാസുരൻ പറയാണ്. അതിന് സരയു സമ്മതിക്കത്തില്ല. സമ്മതിപ്പിക്കണം. ഞാൻ സരയുവിൻ്റെ മനസ്സിന് ഇളക്കം തട്ടുന്ന രീതിയിൽ സംസാരിച്ചോളാം. ആ സമയത്ത് താൻ എൻ്റെ കൂടെ നിൽക്കണം. അത് താൻ തൻ്റെ ഭാര്യയോടും പറയണം. അവർക്ക് കൂടെ നിൽക്കാതിരിക്കാൻ പറ്റില്ല. കാരണം കിരണിനെയും കല്യാണിയെയും അവർക്ക് നല്ല ഭയ. എന്തിനാടാ ഇങ്ങനൊരു പരീക്ഷണം ഞങ്ങൾക്ക് തരുന്നത്? ഞാനല്ല, കിരണും കല്യാണിയാ എന്നെ വിളിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരാവശ്യം പറഞ്ഞത്. അത് ചെയ്തില്ലെങ്കിൽ എല്ലാത്തിനും ഒരവസാനം ഉണ്ടാകുമെന്ന് കിരണും കല്യാണിയും പറഞ്ഞു. അതുകൊണ്ട് മകളെ മെൻ്റൽ പേഷ്യൻ്റ് ആക്കാതിരിക്കാൻ ശ്രമിക്കാം. ഇന്നത്തെ ദിവസം അവളുടെ പുന്നാര അച്ഛനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കേ എന്ന് പറഞ്ഞ് രാഹുലിനൊരു അടിയൊക്കെ കൊടുത്ത് പോവാണ്. രാഹുലിന് പിന്നെ പറയാൻ വാക്കുകളൊന്നും ഇല്ലാത്ത മനോഹർ പോകുന്നത് തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സി യു ഓൾ.